കീഴ്പള്ളി വട്ടപ്പറമ്പ് സ്വദേശി തൈക്കൂട്ടം പുത്തൻപുരയിൽ പൗലോസ് എന്നയാളുടെ പശുവിനെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. ബുധനാഴ്ച രാവിലെ കറവ കഴിഞ്ഞ് പുല്ലു തിന്നുന്നതിനായി വട്ടപ്പറമ്പ് പുഴയുടെ തുരുത്തിൽ 3 പശുക്കളെ കെട്ടിയിട്ടതായിരുന്നു. ഇതിൽ ഒരു പശുവിനെയാണ് കാട്ടാന ആക്രമിച്ചത്. മറ്റ് 2 പശുക്കൾ കയർ പൊട്ടിച്ച് ഉടമസ്ഥന്റെ വീടിനടുത്തേക്ക് എത്തിയപ്പോൾ അന്വേഷിച്ച് പുഴയുടെ തുരുത്തിലെത്തിയപ്പോഴാണ് പശു ചത്തുകിടക്കുന്നത് കാണുന്നത്. ആർളം കാർഷിക ഫാമിനോട് ചേർന്ന പ്രദേശത്താണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. കാർഷിക ഫാമിന്റെ വിവിധ മേഖലയിൽ കാട്ടാന സ്ഥിര സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. പുനരധിവാസ മേഖലയിലും കാർഷിക ഫാമിലും ആന തുരത്തൽ പ്രവർത്തനം ബുധനാഴ്ച പുനരാരംഭിച്ചിരുന്നു. തുരത്തൽ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപാണ് വട്ടപ്പറമ്പ് പുഴയുടെ തുരത്തിൽ നിന്നും പശുവിനെ കാട്ടാന ആക്രമിച്ചത് എന്ന് കരുതപ്പെടുന്നു. പിന്നീട് ഈ മേഖലയിൽ നിന്ന് ബ്ലോക്ക് 6ന്റെ ഭാഗത്തു നിന്നും കാട്ടാന ഉള്ളതായി ശ്രദ്ധയിൽപ്പെടുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെയെത്തി കാട്ടാനയെ തുരത്തുകയും ചെയ്തിരുന്നു. പശു ചത്തുകിടന്ന മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തി പശുവിനെ ആക്രമിച്ചത് കാട്ടാന തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എടൂരിൽ നിന്നും വെറ്റിനറി സർജൻ എത്തി പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം പശുവിന്റെ ജഡം മറവ് ചെയ്തു. രാവിലെ ഒരു 7 മണിക്കാണ് ഞാനിവിടെ കൊണ്ടുവന്ന് കിട്ടിയത്. അതിനുശേഷം ഒരു 9 മണി ആകാറായപ്പോഴത്തേനാണ് ഇതിൻ്റെ കൂടെയുള്ള പശു കയറും പൊട്ടിച്ച് വീട്ടിൽ വരുന്നത്. അപ്പോഴാണ് ഞാൻ വരുമ്പോഴാണ് ഈ സൈറ്റിൽ ഇങ്ങനെ കാണുന്നത്. ചവിട്ടിയിട്ടോ കുത്തിയിട്ടോ എന്താ സംഭവം എന്നറിയില്ല. കറക്കുന്ന പശുവാണ്. 13 ലിറ്റർ പാല് കെട്ടിക്കൊണ്ടിരുന്ന പശുവാണ്. പോർഷാരെ വിളിച്ചറിയിച്ചായിരുന്നു നടപടി. ഇനിയിപ്പോൾ അവരതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നു. കീഴ്പള്ളി വട്ടപ്പറമ്പ് മേഖലയിലെ പുഴയോരത്താണ് ഇന്ന് രാവിലെ കൊണ്ടുപോയി തീറ്റാൻ വേണ്ടി കൊണ്ടുപോയി കെട്ടിയ കറവയുള്ള ഒരു പശുവിനെ കാട്ടാനയുടെ അക്രമത്തിൽ ഇവിടെ മരിച്ചു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. വട്ടപ്പറമ്പ് സ്വദേശി തൈക്കൂട്ടം പുത്തൻപുരയിൽ പൗലോസ് എന്നയാളുടെ കറവ പശുവാണ്. 14 ലിറ്ററോളം പാല് ലഭിക്കുന്ന ഒരു പശുവിനെയാണ് ഇപ്പോൾ രാവിലെ കറവ കഴിഞ്ഞ് ഇവിടെ ഈ പുഴയോരത്ത് തീറ്റ കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി 3 പശുക്കളെ കെട്ടിയതാണ്. അതിൽ ഒരു കറവ പശുവിനെയാണ് ഇപ്പോൾ കാട്ടാന. വനംവകുപ്പിൻ്റെ ഇതിന് ശേഷം വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ പരിശോധിക്കുകയും കാട്ടാന തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആർളം ആദിവാസി പുനരധിവാസ മേഖലയിലെയും കാർഷിക മേഖലയിലെയും കാർഷിക ഫാമിലെയും തമ്പടിച്ച കാട്ടാനകളെ തുരത്തൽ നടപടി ഇന്ന് പുനരാരംഭിച്ചിരുന്നു. ആ തുരത്തൽ നടപടി പുനരാരംഭിക്കുന്നതിന് മുമ്പായാണ് ഇപ്പോൾ ഇത് സംഭവിച്ചതെന്നാണ് കണക്ക് കൂട്ടുന്നത്. കാരണം രാവിലെ 7 മണിക്കാണ് ഈ പശുവിനെ ഇവിടെ ഈ കർഷകൻ കൊണ്ടുപോയി ഇവിടെ പുഴയോരത്ത് തീറ്റിക്കുന്നതിനായി കെട്ടിയിട്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കർഷകന് മതിയായ നഷ്ടപരിഹാരം നൽകാൻ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. എന്തായാലും ഇപ്പോൾ ഇവിടെ നാട്ടുകാരും എല്ലാവരും കൂടി ഒത്തുചേർന്ന് ആ പശുവിനെ മറവ് ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ക്ഷീരകർഷകന് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. വട്ടപ്പറമ്പ് പുഴയോരത്ത് നിന്ന് KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. പാല് ട്രെയിനിൽ വെച്ച് വെച്ചിട്ടുണ്ടാ ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.